അല്ല, ഹോളിയൊക്കെ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇവിടെ ദാ ഒരു ആൽമരം ചുവപ്പ് നിറത്തിൽ കുളിച്ചു നിൽക്കുന്നു. എല്ലാ ഇലകളും ചുവപ്പ് തന്നെ. സൂര്യപ്രകാശത്തിൽ ഇലകളുടെ പ്രതലം എണ്ണ പുരട്ടിയതുപോലെ തിളങ്ങുന്നു. ചുവപ്പ് നിറം പടർന്ന ഇലകളിൽ ഇളം പച്ച നിറത്തിലുള്ള ഞരമ്പുകൾ തലങ്ങും വിലങ്ങും വിന്യസിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ചുറ്റുമുള്ള ചെടികളുടെ പച്ച നിറമുള്ള ഇലകളെ നോക്കി സ്വല്പം ഗമയിൽ തന്നെയാണ് ആൽമരത്തിലെ ഇലകളെല്ലാം നിൽക്കുന്നത്. നിനക്കൊക്കെ പച്ച നിറത്തിലുള്ള ഇലയിലട ഉള്ളൂ. ചുവപ്പ് നിറമുള്ള ഇലയിൽ നീയൊക്കെ പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ച് ആൽമരം. ആൽമരങ്ങളുടെ മാത്രമല്ല മറ്റു ചില സസ്യങ്ങളുടെയും മൂപ്പെത്താത്ത തളിരിലകൾക്ക് ചുവപ്പ് നിറമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ അഥവാ ഹരിതകം ആണ്. ഇലകൾക്ക് പച്ച നിറം നൽകുക മാത്രമല്ല, ചെടികളെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യും ക്ലോറോഫിൽ. എന്നാൽ ചില ചെടികളുടെ തളിരിലകളിൽ ക്ലോറോഫില്ലിന്റെ അളവ് തീരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം ഇലകളിൽ കൂടുതലായി കാണുന്നത് ആന്തോസയാനിൻ എന്ന് വിളിക്കുന്ന ഫിനോളിക് കോമ്പൗണ്ട്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാസവസ്തുവാണ്. തളിരിലകളുടെ ചുവപ്പ് നിറത്തിന് പിന്നിലുള്ള കാരണം ഈ ആന്തോസയാനിനാണ്. ഈ ആന്തോസയാനിൻ കടുത്ത സൂര്യപ്രകാശത്തിൽ നിന്നും അൾട്രാവയലറ്റ് തരംഗങ്ങളിൽ നിന്നും തളിരിലകളെ സംരക്ഷിക്കുന്നു. ഇത്തരത്തിൽ കൂടുതലായി ആന്തോസയാനിൻ അടങ്ങിയിട്ടുള്ള തളിരിലകൾ മുതിരുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള ക്ലോറോഫില്ലുകൾ ശേഖരിച്ച് പച്ച നിറത്തിലേക്ക് മാറുന്നു. പൊതുവെ കീടങ്ങൾക്ക് ചുവപ്പ് നിറത്തോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇത്തരം തളിരിലകളിൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. പോഷകങ്ങളുടെ അഭാവം കാരണം സമ്മർദ്ദത്തിലായ ചെടികളുടെ ഇലകളിലും ഇത്തരത്തിൽ ആന്തോസയാനിൻ പോലെയുള്ള രാസവസ്തുക്കൾ അടിഞ്ഞ് ചുവപ്പ് നിറം ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില ചെടികളുടെ തളിരിലകൾക്ക് മാത്രമല്ല, മുതിർന്ന ഇലകൾക്കും ചുവപ്പ് നിറം ആയിരിക്കും.